ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ആൻഡ്രോയിഡ് മലയാളി എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മുടെ പോക്കോ ഫോണിൻ്റെ മദർ ബോർഡ് അടിച്ചുപോയ കാര്യം നമ്മൾ മുമ്പ് വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ റെഡ്മിയിലാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത് ഈ ഒരു പരിപാടി. അതിനു മുമ്പ് ഇറക്കിയിരുന്ന എല്ലാ കമ്പനികളും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഫോൺ ഇറക്കിയിട്ടുണ്ടായിരുന്നു. വല്ലപ്പോഴും വല്ല ഡിഫക്റ്റ് ഉണ്ടായി എന്നല്ലാതെ, അതായത് സാംസങ്ങിൻ്റെ ഒക്കെ ബാറ്ററി പൊട്ടിത്തെറിച്ച വിഷയങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. എന്നാലും ഒരുവിധം നല്ല ക്വാളിറ്റി തന്നെയാണ് നമ്മൾക്ക് ഐഫോണുകളായപ്പോൾ ലഭിച്ചിരുന്നത്. പക്ഷേ ഈ ഒരു കാലത്തിൽ ഐഫോൺ 10 ശേഷമുള്ള ഒട്ടുമിക്ക എല്ലാ ഫോണുകളും 10ഉം 11ഒന്നും കുഴപ്പമില്ല, 12 മുതൽ ഇങ്ങോട്ടുള്ള ഫോണുകളിലൊക്കെ പല വിധത്തിലുള്ള കംപ്ലയിൻറ്റ്സ് വരുന്നുണ്ട്. അതിൽ തന്നെ 13 മുതൽ ഐഫോണിലായാലും എന്താ പറയുക, ഡിസ്പ്ലേ പ്രോബ്ലംസ് ഒക്കെ വരുന്നുണ്ട്. ഡിസ്പ്ലേ കളർ മൊത്തത്തിൽ മഞ്ഞ പച്ചയൊക്കെ ആവുക, അല്ലെങ്കിൽ വെള്ളയാവുക, അതുപോലെ തന്നെ ലൈൻസ് വരിക, അങ്ങനെ തുടങ്ങിയ പ്രോബ്ലംസ് എല്ലാ ഫോണുകളിലും വരുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് പുതിയ ടെക്നോളജി ഉപയോഗിക്കുന്നത് കൊണ്ടും അതുപോലെ തന്നെ കൃത്യമായ രീതിയിൽ അപ്ഡേറ്റ് ചെയ്യാത്തത് കൊണ്ടും പിന്നെ മനഃപൂർവ്വം പുതിയ ഫോണുകൾ വാങ്ങണം എന്ന രീതിയിൽ ചെയ്യുന്നതും ആയ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഈ ഒരു മദർ ബോർഡ് ഇഷ്യൂയിലേക്ക് അവസാനമായിട്ട് വന്നു ചേർന്ന ഒരു ടീമാണ് നമ്മുടെ വൺ പ്ലസിൻ്റെ ഫോണുകൾ. വൺ പ്ലസ് എന്ന് പറയുന്നത് ഓപ്പോയുടെ അതേ കോപ്പി ആയിട്ട് തന്നെ അവർ ഇറക്കുന്നത്. ഓക്കെ, അപ്പം അതിന് 9, 10 സീരീസിൽപ്പെട്ട അധിക ഫോണുകൾക്കും ഇപ്പോൾ മദർ ബോർഡ് ഇഷ്യൂ ഉണ്ട്. അതായത് നമ്മൾ ഫോൺ വാങ്ങി 2 വർഷം കഴിഞ്ഞതാണ്, എന്നാൽ പോലും കമ്പനി തന്ന സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ഇൻസ്റ്റാൾ ചെയ്തിട്ടാണ് ഇതൊക്കെ അടിച്ചു പോകുന്നത്. അപ്പോൾ ഇങ്ങനെയാണെങ്കിൽ നമ്മൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? എങ്ങനെ നമ്മൾ വിശ്വസിച്ചിട്ട് ഒരു പുതിയ ഫോൺ വാങ്ങും? പഴയ കാലം പോലെയല്ല. പൈസ ഉള്ളവർക്ക് എന്തായാലും കുഴപ്പമൊന്നുമില്ല, ഇപ്പം എത്ര വേണമെങ്കിലും മാറ്റി എടുക്കാം, അവർക്കതൊരു വിഷയമല്ല. പക്ഷെ സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ഇത്രയും പൈസ കൊടുത്ത് ഇപ്പോൾ 50,000 രൂപ കൊടുത്തിട്ട് ഒരു ഫോൺ വാങ്ങുന്നു, 2 വർഷം കഴിഞ്ഞ് അതിൻ്റെ മദർ ബോർഡ് അടിച്ചു പോകുന്നു, വീണ്ടും ഒരു 28,000 രൂപ ഡിസ്കൗണ്ട് പ്രൈസിൽ പോലും 20 സംതിങ് ഒക്കെ കൊടുത്തിട്ട് വീണ്ടും മദർ ബോർഡ് വാങ്ങി ഫിറ്റ് ചെയ്യുക എന്ന് പറയുന്നത് നമ്മൾക്ക് അത്രത്തോളം പ്രായോഗികമായ ഒരു കാര്യമല്ല. അപ്പോൾ നിങ്ങൾ ഫോൺ വാങ്ങുമ്പോൾ വളരെ ശ്രദ്ധിച്ച് വാങ്ങുക. കാരണം ഇപ്പം ഈ ഒരു പ്രോബ്ലം ഉള്ളത് കൊണ്ട് തന്നെ മിക്കവാറും നമ്മളെ സർക്കാരുകൾ അതിലെന്തെങ്കിലും ഒരു തീരുമാനം എടുക്കാൻ ചാൻസ് ഉണ്ട്. അല്ലെങ്കിൽ യൂറോപ്യൻ യൂണിയൻ ആയാലും ഇപ്പോൾ ഐഫോണിലൊക്കെ കംപ്ലയിൻറ്റ്സ് കൂടുന്നത് കൊണ്ട് യൂറോപ്യൻ യൂണിയൻ അതിലും എന്തെങ്കിലും ഒരു പുതിയൊരു ഓപ്ഷൻ കൊണ്ടുവരാൻ ചാൻസ് ഉണ്ട്. അപ്പം പുതിയ ഫോൺ എടുക്കുന്ന ആൾക്കാർ വളരെ ശ്രദ്ധിച്ചെടുക്കുക. സാംസങ്ങിൻ്റെ ഫോണുകളിലും പ്രോബ്ലംസൊക്കെ വരാറുണ്ടെങ്കിൽ പോലും എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി ബെറ്ററാണ് സാംസങ്ങിൻ്റെ ഫോൺ എന്നാണ് ഹാർഡ്വെയറിൻ്റെ കാര്യത്തിൽ. അതുപോലെ തന്നെ വൺ പ്ലസിൻ്റെ 70 ആണ് ഞാനിപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് വർഷമായി, അതിന് യാതൊരു കംപ്ലൈൻറ്റും ഇല്ല. അപ്പം പറഞ്ഞല്ലോ, ഒരു ഐഫോൺ 11 വരെയുള്ള ഫോണുകളൊക്കെ മികച്ചതായിരുന്നു. അതിനുശേഷം വരുന്ന ഫോണുകളൊക്കെ പല വിധത്തിലുള്ള ഇഷ്യൂസ് വരുന്നുണ്ട്. അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ രേഖപ്പെടുത്തുക. പുതിയ ഫോൺ വാങ്ങാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പേടി തന്നെയാണ്. കാരണം ഇതിനിടയ്ക്ക് ഞാൻ കുറേ യൂട്യൂബേഴ്സിൻ്റെ വീഡിയോസ് കണ്ടിട്ടുണ്ടായിരുന്നു. അവർക്കൊക്കെ ഈ നമ്മളെപ്പോലെ സാധാരണ ആൾക്കാർ, നമ്മളെന്തിനാണ് ഫോൺ എടുക്കുന്നത്? സാധാരണ പറയാറുണ്ട് ഈ ഐഫോൺ എടുക്കുന്ന ആൾക്കാർ അത് അവരെ എന്താ പറയുക, അവരുടെ ഐഡൻറ്റിറ്റി കുറച്ചുകൂടി മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് എനിക്ക് ഐഫോൺ ഉണ്ട്, അല്ലെങ്കിൽ കുറച്ച് അഹങ്കാരത്തോടെ കാണിക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ്. പക്ഷെ അങ്ങനെയല്ല, അങ്ങനെ എടുക്കുന്നവരും ഉണ്ട് എന്ന്. അതിലുപരിയായിട്ട് ഇപ്പം നമ്മൾ പറയുകയാണെങ്കിൽ 2 ടൈപ്പ് ആൾക്കാരുണ്ട്. ഒന്ന് ഗെയിമിങ് ചെയ്യുന്ന ആൾക്കാർ, രണ്ടാമത്തെ പറഞ്ഞാൽ വ്ളോഗ്, മറ്റ് വീഡിയോ കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്ന ആൾക്കാർ. ഓക്കെ, അപ്പോൾ അവരൊക്കെ ഈ ഐഫോൺ വാങ്ങുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ ഗെയിം കളിച്ചിട്ട് എല്ലാം വീഡിയോ ബേസിന് കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവരൊക്കെ എടുക്കുന്നത്. അവരൊരിക്കലും അഹങ്കാരത്തിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ പൊങ്ങച്ചം കാണിക്കാൻ വേണ്ടിയിട്ടല്ല ഇത്തരത്തിൽ ഡിവൈസ് എടുക്കുന്നത്. അപ്പം ഉദാഹരണത്തിന് ഇപ്പം ഒരുപാട് ആൾക്കാർ ഈ കല്യാണത്തിൻ്റെ ഒക്കെ നമ്മൾ സേവ് ദ ഡേറ്റ് അതിൻ്റെ ഒരു വേർഷൻ നമ്മൾ എടുക്കാറുണ്ട്. ഈ മുസ്ലിംസൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. നിക്കാഹ് എന്ന ദിവസം എന്നിട്ട് ഇങ്ങനെ പലതരത്തിലുള്ള സംഭവങ്ങൾ, ഡേറ്റ്സ്, അതുപോലെ തന്നെ കുറേ ചിത്രങ്ങൾ, കുറേ ഫോട്ടോസൊക്കെ ഇങ്ങനെ മാറി വരുന്നത് ഫോണിൽ റെക്കോർഡ് ചെയ്യുന്ന ആൾക്കാർ പോലും ഉണ്ട്. അപ്പോൾ ഇത്തരത്തിൽ കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്ന ആൾക്കാർ ഈ ഫോൺ എടുത്തിട്ട് ഇത് അടിച്ചു പോയി കഴിഞ്ഞാൽ അവരെ അവസ്ഥ വെച്ച് നമ്മൾക്ക് ഒരു സംഭവം വാങ്ങാൻ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ 1,00,000 രൂപ കൊടുത്ത് ഒരു ഫോൺ വാങ്ങുകയാണെങ്കിൽ ആ ഫോണിൽ നിന്നും 1,05,000 നമ്മൾ കിട്ടിയാൽ മാത്രമേ ഒരു ലാഭം എന്നല്ല നഷ്ടമില്ല എന്ന് പറയാൻ വേണ്ടി പറ്റും. ഇത് നമ്മൾ ഈ ഫോൺ വാങ്ങി ആ 1,00,000 അത്രയും പ്രോഫിറ്റ് ആകുന്നതിന് മുമ്പ് അത് അടിച്ചു പോയി കഴിഞ്ഞാൽ നമുക്ക് എത്ര സങ്കടമുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിച്ച് മാത്രം ഫോണുകൾ എടുക്കുക. അതുപോലെ തന്നെ പറയാനുള്ള കാര്യം, ഫോൺ എടുക്കുമ്പോൾ തന്നെ അതിൻ്റെ പരം എക്സ്റ്റെൻഡ് വാറണ്ടി ആയിട്ട് 3 വർഷത്തേക്ക് എക്സ്റ്റെൻഡ് വാറണ്ടി കിട്ടാറുണ്ട്. അങ്ങനെയാണെങ്കിൽ നിർബന്ധമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, അതെടുക്കുക. ഒരു 5-6 രൂപ കൂടുതൽ കൊടുക്കാനുണ്ടെങ്കിൽ പോലും അങ്ങനെ കൊടുത്തെടുക്കുന്നതായിരിക്കും നിങ്ങൾക്ക് സേഫ്. കാരണം ഇപ്പം തന്നെ നമുക്ക് ആവശ്യമുണ്ട്, ഇപ്പം തന്നെ നമുക്ക് ഫോൺ വേണം നിർബന്ധം പിടിക്കുന്ന ആൾക്കാരാണെങ്കിൽ അങ്ങനെ എടുക്കുക. മദർ ബോർഡ് ഇഷ്യൂവിന് ശേഷം ഇപ്പോൾ 2 വർഷത്തേക്കുള്ള എക്സ്റ്റെൻഡ് വാറണ്ടി കൊടുക്കാറുണ്ട്. അവർ 1 വർഷമല്ല. എന്നിരുന്നാലും നമുക്ക് ഉറപ്പിച്ച് പറയാനൊന്നും പറ്റില്ല ഇപ്പോഴും അടിച്ചു പോയില്ല എന്നുള്ള കാര്യം. എന്നാലും ഇപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, അങ്ങനെ കൊടുക്കുന്നുണ്ട്. പക്ഷേ പല പ്രമുഖ കമ്പനിയും സോഫ്റ്റ്വെയർ ഇത്ര വർഷത്തേക്ക് എന്ന് പറയുന്നതല്ലാണ്ട് ഫോണിന് ഒരു ആയുസും അവർ നമ്മൾ കൃത്യമായിട്ട് പറയുന്നില്ല. ഐഫോണിന് ഈ പറയുന്ന പോലെ തന്നെ എക്സ്റ്റെൻഡ് വാറണ്ടി ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ ഐഫോൺ എടുക്കുന്ന ആൾക്കാരാണ് നിർബന്ധമായിട്ടും. അപ്പോൾ ഞാൻ നിങ്ങളോട് പറയുന്നത്, നിങ്ങൾ ഐഫോൺ എടുക്കാൻ ഉദ്ദേശിക്കുന്ന ആളാണെങ്കിൽ നിർബന്ധമായിട്ട് നിങ്ങൾ എക്സ്റ്റെൻഡ് വാറണ്ടി കൂടി എടുത്ത് വെക്കുന്നതായിരിക്കും നല്ലത്. കാരണം നമ്മൾക്ക് ആരെയും വിശ്വസിക്കാൻ പറ്റാത്തൊരു കാലമാണ്. എത്ര
വാല്യൂ ഉള്ള ബ്രാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഇവരിപ്പോൾ ശരിയാണ്, ടെക്നോളജി കൂടുമ്പോഴും നമുക്ക് അതിൻ്റെ ഗുണങ്ങൾ ലഭിക്കുന്നുണ്ടെങ്കിൽ പോലും അതിനകത്തൊരു ബിൽഡ് ക്വാളിറ്റി ഒരിക്കലും അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല. അത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുകയൊക്കെ ചെയ്യും, ഇല്ലയെന്നൊന്നും ഞാൻ പറഞ്ഞില്ല. ഇപ്പം ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ മദർ ബോർഡ് ക്രിയേറ്റ് ചെയ്യുന്ന ആൾക്കാർ അവർക്ക് ഇപ്പോൾ അതിലൊരു കപ്പാസിറ്റർ ആണെങ്കിൽ 2 കപ്പാസിറ്റർ വെച്ച് കൊടുക്കും. ബയോസ് ആണെങ്കിൽ 2 ബയോസ്, ഡുവൽ ബയോസ് വെച്ച് കൊടുക്കാറുണ്ട്. അതായത് ഒന്ന് അടിച്ചു പോയാലും മറ്റേത് ഉണ്ട് എന്ന രീതിയിൽ. അതുപോലെ തന്നെ ടൊയോട്ടയൊക്കെ വാഹനങ്ങൾ എൻജിനീയറിങ് ചെയ്യുമ്പോൾ അവർ ഓൾറെഡി കാൽക്കുലേഷൻ ചെയ്യും. ഇത് ലാൻഡ് ക്രൂയിസറിൻ്റെ കാര്യത്തിൽ അങ്ങനെ പറയാറുണ്ട്. എത്രയോ ലക്ഷം കിലോമീറ്റർ ഓടേണ്ട വണ്ടിയാണ്, അപ്പോൾ ഇത്ര സർവീസുകൾ അവർ ചെയ്യുന്നുണ്ട്, എത്രയും കാലം അവർ കൊണ്ടുനടക്കുന്നുണ്ട്. അപ്പം അത്ര ആയാലും തേയ്മാനം സംഭവിക്കാത്ത രീതിയിലാണ് അവരൊക്കെ ആ ഒരു എൻജിൻ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ടൊയോട്ടയുടെ ഒക്കെ പഴയ വണ്ടിയൊക്കെ നല്ല ഡ്യൂറബിലിറ്റി കിട്ടുന്നത്. അതുപോലെ ഇപ്പോഴും ചെയ്യാൻ സാധിക്കും. എന്നാൽ പോലും കോസ്റ്റ് കട്ടിങ്ങിന് വേണ്ടിയിട്ടും മറ്റുള്ള പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടും കമ്പനികൾ ഇങ്ങനെ ചെയ്യുന്നുണ്ട്. പിന്നെ മറ്റൊരു കാര്യം ഇവർ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ പണ്ട് കാലത്ത് ബൾബ് ഉണ്ടാക്കുന്ന സമയത്ത് ഒരു ബൾബ് ഉണ്ടാക്കി അത് കുറച്ച് കാലം മാത്രമേ ആയുസ് ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേങ്കിൽ വർഷങ്ങളോളം നിലനിൽക്കുന്ന ബൾബുകൾ ഉണ്ടാക്കാൻ പഠിച്ച സമയത്ത് കമ്പനികൾ ഒത്തിരി തീരുമാനം എടുത്തു. കാരണം ഒരു ബൾബ് വാങ്ങി അത് കുറേ വർഷങ്ങൾ കത്തി നിൽക്കുകയാണെങ്കിൽ ഈ പറയുന്ന കമ്പനിക്കും നഷ്ടമുണ്ടാകും. കാരണം എല്ലാ ആൾക്കാരും ഒരു ബൾബ് വാങ്ങി വെച്ചാൽ പിന്നെ എല്ലാ ആൾക്കാരും ബൾബ് വാങ്ങി പിന്നെ ആരും വരില്ല, കമ്പനി അപ്പം നഷ്ടത്തിലേക്ക് പോകും. അതുകൊണ്ട് ബൾബിൻ്റെ ആയുസ് കുറച്ചു. ഇത്ര കാലത്തിനടക്ക് അടിച്ചു പോകുന്ന രീതിയിലുള്ള ബൾബുകൾ അവർ നിർബന്ധമാക്കി ഉണ്ടാക്കി. അതുപോലെ തന്നെ ഫോണും നമ്മൾക്കൊരു നിശ്ചിത കാലത്തേക്കെങ്കിലും അവർക്ക് തരേണ്ട ബാധ്യത അവർക്കുണ്ട്. സാധാരണ പറയാം 3 വർഷമാണ് ഒരു മൊബൈൽ ഫോണിൻ്റെ ആയുസ്. 3 വർഷം കഴിയുമ്പോഴേക്കും നിങ്ങൾ ആ ഫോൺ മാറ്റണം എന്നുള്ള രീതിയിലാണ് കമ്പനി പറയാറുള്ളത്. ഏത് 1 ലക്ഷം രൂപയുടെ ഫോണായാലും ശരി, 800 രൂപയുടെ ഫോണായാലും ശരി, 3 വർഷം വരെ നമ്മൾക്കത് ഉപയോഗിക്കാം. അത് കഴിഞ്ഞാൽ മാറ്റണം എന്നാണ് സാധാരണ പറയുക. കാരണം എല്ലാത്തിനും ഒരു ആയുസ് ഉണ്ടല്ലോ. പക്ഷേങ്കിൽ നമ്മളിപ്പം കംപ്ലയിൻറ്റ് ചെയ്യാനുള്ള കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന ഒരു 3 വർഷം പോലും നമ്മൾക്ക് എല്ലാ തരത്തിലും സന്തോഷത്തോടു കൂടി ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ആ ഫോൺ അനുവദിക്കുന്നില്ല എന്നൊരു സ്ഥിതിവിശേഷം ഉണ്ടാകുമ്പോഴാണ് നമ്മൾ ഇങ്ങനെ പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഫോൺ എടുക്കുന്ന ആൾക്കാർ എക്സ്റ്റൻഡ് വാറണ്ടി ഉണ്ടെങ്കിൽ നിർബന്ധമായി ഇത് എടുക്കുന്നതായിരിക്കും നല്ലത്, ഐഫോൺ പോലുള്ള കാര്യങ്ങൾ. ഓക്കെ, അപ്പം ഇതിനെക്കുറിച്ച് ഫോണുകളായിട്ട് ബന്ധപ്പെട്ട കുറച്ചും കൂടി വീഡിയോസ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, പുതിയ ഫോണിൻ്റെ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ. അപ്പോൾ എൻ്റെ വീഡിയോസ് കാണുന്ന ആൾക്കാർ നിങ്ങൾ പറയാം നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള വീഡിയോസാണ് വേണ്ടത്, എന്തെല്ലാം വീഡിയോസ് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതനുസരിച്ച് വീഡിയോ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ നിർദ്ദേശവും അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോയിൽ കണ്ടുമുട്ടും വരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.